السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 255 ആയത്തുൽ കുർസിയാണ് നമ്മൾ അവസാനമായിട്ട് മനസ്സിലാക്കുന്നത്. 256 അതിന്റെ തുടർച്ചയായിട്ട് ഉള്ള ആയത്താണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. കൂടെ 257 أعوذ بالله من الشيطان الرجيم. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. لا إكراه ബലപ്രയോഗം ഇല്ല ഫിദ്ദീൻ മതത്തിൽ. അത് തീർച്ചയായും തബയ്യന വ്യക്തമായിരിക്കുന്നു അർ-റുശ്ദ് സന്മാർഗ്ഗം മിനൽ ഗയ്യ് ദുർമാർഗത്തിൽ നിന്ന്. ഫമൻ യക്ഫുർ ആർ നിഷേധിക്കുന്നുവോ ബിത്താഗൂത്ത് ദൈവേതര ശക്തികളെ വ്യാജ ദൈവങ്ങളെ അതിരുവിട്ടവരെ ദുശക്തികളെ വയുക്മിൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇല്ല അല്ലാഹുവേ ഫഖദ് തീർച്ചയായും ഇസ്തംസക അവൻ മുറുകെ പിടിച്ചിരിക്കുന്നു ബിൽ ഉർവ കയറിനെ അൽ വുസ്അ ബലമുള്ള ലാ ഇൻഫിസാമ പൊട്ടലില്ല ലഹ അതിന്. അല്ലാഹു സമീഅ കേൾക്കുന്നവനാണ്, അലീം അറിയുന്നവനാണ്. ദീനിൽ ബലപ്രയോഗം അരുത്. നന്മതിന്മകളുടെ വഴികൾ വ്യക്തമായും വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ കള്ളദൈവങ്ങളെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ മുറുകെ പിടിച്ചത് ഉറപ്പുള്ള കയറിലാണ്. അത് അറ്റുപോവില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു. അള്ളാഹു വലിയ രക്ഷകനാണ്, ആത്മമിത്രമാണ്, സഹായിയാണ്. അല്ലദീന ആമനു വിശ്വസിച്ചവരുടെ. യുഖ്രിജുഹും അവൻ അവരെ പുറത്തു കൊണ്ടുവരുന്നു മിനൽ ദുലുമാത് ഇരുട്ടുകളിൽ നിന്ന് ഇല നൂർ വെളിച്ചത്തിൽ. വല്ലദീന കഫറു നിഷേധികളാവട്ടെ ഔലിയാഹും അവരുടെ രക്ഷാധികാരികൾ
വ്യാജ ദൈവങ്ങളാണ്. യുഖ്രിജൂനഹും അവർ അവരെ കൊണ്ടുവരുന്നു മിനൻ നൂർ വെളിച്ചത്തിൽ നിന്ന് ഇല ഉലുമാസ് ഇരുട്ടുകളിലേക്ക്. ഉലൈക അക്കൂട്ടർ അസ്ഹാബുൻ നാർ നരകാവകാശികളാണ്. ഹും അവർ ഫീഹാ അതിൽ ഖാലിദൂൻ ശാശ്വതവാസികളാണ്. അല്ലാഹു വിശ്വസിച്ചവരുടെ രക്ഷകനാണ്. അവൻ അവരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ കള്ള ദൈവങ്ങളാണ്. അവർ അവരെ നയിക്കുന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുളുകളിലേക്കാണ്. അവർ തന്നെയാണ് നരകാവകാശികൾ. അവരതിൽ സ്ഥിരവാസികളുമായി. ഇതാണ് ഇതിന്റെ വാസ്തവം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണ് ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച ആയത്തുൽ കുർസി. എല്ലാ ആയത്തുകളും പ്രത്യേക പേരിൽ അറിയപ്പെടാറില്ല. പക്ഷെ ആയത്തുൽ കുർസി പ്രത്യേക പേരിൽ അറിയപ്പെടുന്നു. അതിന്റെ പ്രാധാന്യം പ്രത്യേകതകളൊക്കെ നമ്മൾ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിനി അത് പാരായണം ചെയ്യുമ്പോൾ ആ ധാരണയിൽ വേണം പാരായണം ചെയ്യാൻ. അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ശൈത്വാൻ പിന്നെ ആ വീട്ടിലുണ്ടാവില്ല, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എന്നാണ്. കേവലമായ രേഖപ്പെടുത്തൽ കൊണ്ടോ ഒന്നും ചിന്തിക്കാതെയുള്ള പാരായണം കൊണ്ടോ ആ ഒരു ഉപകാരമൊന്നും കിട്ടൂല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ഒറ്റ വീട്ടിലും ശൈത്താൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം എല്ലാ വീട്ടിലും മുസാഫ് ഉണ്ട്, അവിടെയൊക്കെ ആയത്തുൽ കുർസി ഉണ്ട്. പിന്നെ പല വീട്ടിലും ഈ ആയത്തുൽ കുർസി എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സീറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴും ഒക്കെ ആയത്തുൽ കുർസി ഓർമ്മ ആകാൻ ഉപകരിക്കുമെങ്കിൽ നല്ലത്. പക്ഷെ അത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് ഈ വീടിന് ഐശ്വര്യം എന്ന നിലക്ക് വിചാരിക്കണ്ട. അങ്ങനെ എവിടെയെങ്കിലും എഴുതി പ്രദർശിപ്പിച്ചു എന്നിട്ട് അതിന്റെ ഒരു ബർക്കത്തെടുത്ത് കളയാം എന്ന കുറുക്കുവഴി ഇല്ല. അപ്പൊ ആ വ്യക്തമാക്കപ്പെട്ട ആയത്തിന് ശേഷം പിന്നെ ഈ ആയത്തുകളിലേക്ക് പ്രവേശിക്കുക. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലമായിട്ട് ചില സംഭവങ്ങൾ പറയുന്നു. ഓതുന്നതിനാണ് ഒന്നുമില്ല, പാരായണം ചെയ്യുന്നതാണ് സുന്നത്ത്. അങ്ങനെയൊക്കെയുള്ള പ്രയോജനം ഉണ്ടോ? സുന്നത്തിന്റെ സുന്നത്ത്. ചില ആൾക്കാരെ കണ്ടാൽ തന്നെ അള്ളാഹ് ഓർമ്മാവും. ആളുകളെ കണ്ടാൽ അള്ളാഹ് ഓർമ്മിക്കുക അത് പ്രത്യേകമുള്ള സംഗതിയാണ്. ചില ആളുകളെ കാണുമ്പോ നമുക്ക് കൂടുതൽ ഒരു ഈമാനൊക്കെ ഉണ്ടാവുക എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനു വേണ്ടി ഒരാള് വേഷം കെട്ടാനൊന്നും പാടില്ല. സ്വാഭാവികമായിട്ട് ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ പശ്ചാത്തലമായിട്ട് പറയുന്നത് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിന് മുൻപ് അവിടുത്തെ അറബികളിൽ ഉണ്ടായിരുന്ന ഒരു പൊതുബോധം ഉണ്ടായിരുന്നു. പൊതുബോധം എന്നൊക്കെ പുതിയ കാലത്ത് പറഞ്ഞാല് നമുക്ക് മനസ്സിലാവും. അതെന്താന്ന് ചോദിച്ചാൽ മതത്തിന്റെയും ദൈവത്തിന്റെയും വേദഗ്രന്ഥത്തിന്റെയും ഒക്കെ ആളുകള് ജൂതന്മാരാണ് എന്നൊരു പൊതുബോധമാണ്. ഇപ്പോ മദീനയില് അറബികളുണ്ട്, അവരിൽ തന്നെ മുശ്രിക്കുകളുണ്ട്, പല ജനവിഭാഗങ്ങളുണ്ട്, പലതരം ആരാധനകൾ നിർവഹിക്കുന്നു. അതൊരു ബൗസ്വര സമൂഹം തന്നെയായിരുന്നു. നമ്മള് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഇത് ഒരു ബൗസ്വര സമൂഹമാണ്, അന്ന് വേറെന്തോന്നാണെന്ന്. അങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് ബൗസ്വര സമൂഹത്തിലാണ്. ജൂതരും ക്രൈസ്തവരും അഗ്നി ആരാധകരും അങ്ങനെ പല കൂട്ടരും ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ തന്നെയാണ്. പക്ഷെ അതിലൊക്കെ ഉള്ളൊരു സൗകര്യം എന്തായിരുന്നു ചോദിച്ചാൽ അവരുടെ ഭാഷ ഒന്നായിരുന്നു.
നമ്മളൊരു പ്രശ്നം, നമ്മുടെ ഭാഷ വ്യത്യസ്തമാണ്. എന്നാലും താരതമ്യത്തിൽ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും തമ്മിൽ കേരളമാണ് കുറച്ചുകൂടി ഒരേ ഭാഷയുള്ളത്. എന്ന് പറഞ്ഞാൽ മലയാളം തന്നെയാണ് എല്ലാ വിഭാഗവും സംസാരിക്കുന്നത്. പക്ഷെ മലയാളം സംസാരിക്കുന്ന മുസ്ലിങ്ങളും മലയാളം സംസാരിക്കുന്ന മുസ്ലിമേതര ആളുകളും തമ്മിൽ തന്നെ ഭാഷയിൽ വ്യത്യാസമുണ്ട്. അപ്പോ ആ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും തടസ്സമാകുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചൊരിഞ്ഞാൽ ഞാൻ വരാം എന്നൊരാളോട് നമ്മൾ പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് അതിൽ എത്ര വാക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമ്മളൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു തൗഫീഖ് ചെയ്താല് നമുക്ക് റാഹത്തായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ എത്ര വാക്ക് ഓൽക്കും കൂടി ഉള്ളതുണ്ട്. അപ്പൊ ഇത് ഒരു നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കിന്റെ ഒരു കാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവമല്ലാതെ മറ്റു ദൈവങ്ങളൊന്നുമില്ല എന്നാണ്. പക്ഷെ അള്ളാഹു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവം, സാക്ഷാൽ ഇലാഹ്. അതിനാണ് അള്ളാഹു എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത, അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു കുലദൈവമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറഞ്ഞാൽ അവരെന്താ മനസ്സിലാക്കുക? അപ്പൊ ഞങ്ങളുടെ കൃഷ്ണനും രാമനും ഒന്നും അല്ലാതാണല്ലോ ഈ പറയണത്. 33 കോടി ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് ഇവരെ അള്ളാഹു മാത്രമേ ഉള്ളൂ ശരിക്കും ആരാധനക്ക് അർഹൻ എന്ന് പറയുമ്പോ അത് എന്തുമാത്രം വലിയ അസഹിഷ്ണുതയാണ് എന്ന് തോന്നാം, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കാം. അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് നമ്മളെ വന്നാൻ പറ്റുന്നല്ല. ഇവിടുത്തെ ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ എല്ലാവരുടെയും റബ്ബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റബ്ബക്കും ഖുർആന്റെ ശൈലിയും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നാണ്. അല്ലാണ്ട് നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കണം എന്നല്ല. അപ്പൊ അത് ഈ ഭാഷ, അപ്പൊ നമ്മൾ ബാങ്കിന്റെ അർത്ഥം പറയുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലുത്, ബാക്കിയുള്ളതൊക്കെ ചെറുത്. നമ്മൾ അല്ലാഹു എന്ന് പറയുമ്പോൾ ഇസ്ലാം അതിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗക്കാരുടെയും അല്ലാഹുവിനെയാണ്. പക്ഷേ നമ്മൾ ഭാഷാപരമായി അല്ലാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം എന്ന് വിചാരിക്കുമ്പോ അതിന്റെ ഒരു അർത്ഥവും ഉൾക്കൊള്ളലൊക്കെ. ബാങ്കിനെ കുറിച്ചൊക്കെ ഉള്ള വലിയ തെറ്റിദ്ധാരണ ഉത്തരേന്ത്യയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ളതൊന്നും ഒന്നുമല്ല, അതൊക്കെ നിസ്സാരപ്പെടുത്തുക, അതിനിങ്ങനെ ഒക്കെ വിളിച്ചു പറയാം, എന്നിട്ട് നമ്മളിവിടെ അംഗീകരിച്ചു കൊടുക്കുക എന്ന നൽകാം. ഇത് ഭാഷാപരമായ, അത് മക്കത്തില്ല. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുന്നേ അവർക്ക് അല്ലാഹുവിനെ അറിയാം. അല്ലാഹു എന്ന് പറഞ്ഞാല് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എന്തോ ഒരു പുതിയ പടച്ചവനാണെന്നൊന്നും അവർക്ക് ധാരണല്ല. അവർക്ക് അല്ലാഹു എല്ലാവരുടെയും അല്ലാഹു. നമ്മക്കൊണ്ട് അതെ, അറബികളായവരൊക്കെ അല്ലാഹു എന്ന് ഉപയോഗിക്കാം. അറബികൾക്ക് പൊതുവിലുള്ള ഒരു പദമാണ് അല്ലാഹ്, അൽ ഇലാഹ് എന്ന അറബി. അതേ സമയത്ത് അവരുടെ കിതാബുകളിൽ അല്ലാഹു എന്നുണ്ടാവില്ല. അവരുടെ കിതാബ് അരാമിക്കോ അല്ലെങ്കിൽ ഹിബ്രോ ഒക്കെ ആവുമ്പോ ആ ഭാഷയിലുള്ളതാണ് ഉണ്ടാവുക. എലോഹി എന്നൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോ അൽ ഇലാഹ് എന്ന് പറയുന്നത് അറബിയാണ്. അപ്പൊ അറബിയിലുള്ള ജൂതന്മാരും അറേബ്യയിലുള്ള ക്രിസ്ത്യാനികളും അറേബ്യയിലുള്ള മുശ്രിക്കുകളും ഒക്കെ അല്ലാഹു എന്ന് ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ മലയാളം പറഞ്ഞാലുണ്ട് പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം വെറുതെ ബോധപൂർവം ഒരേങ്ങനെ ഇരുന്നിട്ട് ഈശ്വര എന്ന് വിളിച്ചു. അപ്പൊ തന്നെ മോനിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ കുറച്ചാണ് ദൈവേ എന്ന് വിളിച്ചു. ഇപ്പൊ എന്തേ പറ്റിയെന്ന് ചോദിച്ചു.
അപ്പൊ ഇപ്പൊ നമ്മള് സംസാരത്തിനിടയിൽ നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കാം, ഓ ഈശ്വര എന്തൊരു ചൂട എന്ന് വെക്കുമ്പോ നമ്മൾ നോക്കുവാണ് ഇതെന്താ. അപ്പോ എന്താ പ്രശ്നം? അപ്പൊ ദൈവം എന്നതിനേക്കാൾ കുറച്ചുകൂടി അള്ളാഹു എന്നുള്ളതിനെ പറയാൻ പറ്റുന്നതാണ് ഒരു ഈശ്വരൻ. അതിനെ കുറിച്ച് അറിയുന്നവരുണ്ട്. ജഗദീശ്വരൻ, ഈ ജഗത്തിന്റെ തന്നെ ഈശ്വരൻ, റബ്ബുൽ ആലമീൻ. പക്ഷെ റബ്ബുൽ ആലമീനെ എന്ന് പറഞ്ഞാല് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ജഗദീശ്വര എന്ന് വിളിച്ചാൽ അപ്പൊ അതൊരു പ്രശ്നം. അപ്പൊ മലയാളം ആണ് നമ്മളെല്ലാരും പറയുന്നതെങ്കിലും മാപ്പിള മലയാളം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ കൂടെ ജീവിക്കുന്ന ഹൈന്ദവരായ ആളുകൾക്ക് കുറച്ച് മനസ്സിലാവും. പക്ഷെ കുറച്ചേ മനസ്സിലാവൂ, കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ നമ്മള് അങ്ങാടി നിന്നൊക്കെ പ്രസംഗിക്കുകയും ചെയ്യല്ലോ അപ്പോൾ ആൾക്കാർ. അപ്പൊ നമ്മള് പ്രസംഗിക്കുമ്പോ ആദ്യം തന്നെ ഹംദും സലാത്തും ഒക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുക. അവസാനം അതേപോലെ ഹംദ് പറഞ്ഞിട്ടാണ്. ഇവര് മനസ്സിലാക്കിയത് വേറെന്തോ ഒരു മന്ത്രമാണ്. എന്നാലോ ഹംദു സലാത്തും പറയാതെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മളാൾക്കാർ ചോദിക്കും, മൗലവി ഒരു ഹംദു സലാത്തും കൂടി തുടങ്ങിയത്. മുഹമ്മദ് എന്ന് നമ്മൾ പറഞ്ഞാൽ മലയാളം മാഷ്, മലയാളം പഠിപ്പിക്കണ ഗംഗാരം മാഷ് വിചാരിക്കും ഇവർക്ക് ഒരു ഹാന്ന് ഉച്ചരിക്കാൻ വരെ അറിഞ്ഞൂടാണ്. മുഹമ്മദ് എന്നാണ് പറയുന്നത്. എന്നാ നമ്മള് മുഹമ്മദ് എന്ന് പറഞ്ഞാലോ ഉസ്താദ് പറയുന്നത് മഹറജ് ഇല്ലാത്ത ഇയാളൊക്കെ പ്രസംഗിച്ചിട്ട് കാര്യം. അപ്പൊ ഇതിന്റെ ഇടയിലാണ് നമ്മള് ഉള്ളത്. ഇതൊരു പരിമിതിയാണ്. ഈ പരിമിതി ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഈ പരിമിതിയെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോന്ന് വെച്ചാല് ആലോചിക്കണേലും കാര്യം ഉണ്ടാവും. നമ്മുടെ പ്രബോധനം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ആശയം മറ്റുള്ളവരിലേക്ക് എത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ഇത്. ആ തടസ്സം എങ്ങനെ നീക്കം ചെയ്യപ്പെടണം എന്നുള്ളത് ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഇടപഴക്കങ്ങളിലൂടെയാണ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അങ്ങനെ ഇടപഴകുമ്പോൾ നമുക്കിടയിൽ തന്നെ വേറെ കർമ്മശാസ്ത്രപരമായ ചോദ്യങ്ങൾ. ഇപ്പോ ഒരു ഇഫ്താർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവർ കൂടി മനസ്സിലാക്കാനും നമ്മുടെ കൂടെ ഇരിക്കാനും നമ്മളോട് ഇടപഴക്കം ഉണ്ടാവാനും വേണ്ടിയായിരിക്കും ഒരുപക്ഷെ നമ്മൾ നടത്തുക. അപ്പൊ ചോദ്യം, നോമ്പ് നോറ്റ പെണ്ണുങ്ങള് 10 പറ്റി ഉണ്ടാക്കിയിട്ട് എന്തിനാണ് ഈ രാത്രി നിങ്ങളെ വിളിച്ച് തോർപ്പിക്കുന്നത്? അപ്പൊ അങ്ങനെ ചോദിച്ചു നോക്കിയാൽ നോമ്പ് പോയിട്ട് ഇവര് ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് അസർനേഷവും ചായയും കുടിച്ച ആൾക്കാർക്ക് പിന്നെ മൈലിൽ പിന്നെയും തിന്നാൻ കൊടുക്കുക എന്ന് പറഞ്ഞു നോക്കുമ്പോ അതൊരു പ്രശ്നം. യഥാർത്ഥത്തില് ഇങ്ങനെയുണ്ടല്ലോ, ഒരു ഭാഗത്തെ പ്രശ്നം ഒരു ഭാഗത്തെ പരിഹാരമായിരിക്കും, ഒരു ഭാഗത്തെ പരിഹാരം വേറാത്ത പ്രശ്നം. ഇങ്ങനെയാണ് പോണത്. അപ്പൊ ഇതിനിടയിൽ എവിടെയോ വീണ് കിടക്കുന്നുണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടുന്ന ഒരു ശൈലി. അത് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം എന്നാണ്. അപ്പൊ ഇനി അല്ല, അതെ, നമ്മളാണല്ലോ ഈ സൗഹൃദത്തിന്റെ ആൾക്കാർ. നമ്മളാണല്ലോ സൗഹൃദത്തിന്റെ ആൾക്കാർ. നമുക്കാണല്ലോ സൗഹൃദം ആവശ്യമുള്ളത്. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഇഫ്താർ നമ്മൾ തന്നെ നടത്തണം, ഓണം സൗഹൃദ സംഘം നമ്മൾ തന്നെ നടത്തണം, ക്രിസ്മസ് സൗഹൃദ സംഘം നമ്മൾ തന്നെ നടത്തണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കാണ് ഈ സൗഹൃദം വേണ്ടത് എന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്ന് നമ്മളെടുത്ത ഒന്നുകൂടെ എന്നല്ലേ വേണ്ടത്. അങ്ങനെ അവർക്ക് അതിനെക്കുറിച്ച് അങ്ങനെ അവർക്ക് അത് ആവശ്യമില്ല എന്ന് അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. നമുക്ക് ആണല്ലോ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത് പ്രശ്നം. കാരണം അവരും കൂടി സ്വീകരിക്കേണ്ട ഒരു സാധനമാണ് നമ്മളെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ പ്രശ്നം, നമ്മളെ പരിമിതിയും അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സാധനം പോലെ കയ്യിലില്ല, ഓല് സ്വീകരിക്കേണ്ട തന്നെ പോലെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഓലും അതിനെപ്പറ്റി പഠിക്കാറ്. നമ്മളെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് അവരതും കൂടിയാണ് നമ്മളെ കയ്യിലുള്ളത് എന്നുള്ളത്. അവർക്ക് കൂടി കിട്ടേണ്ട ഒരു സാധനം. അതാണ് ദഅവത്തിന്റെ പ്രാധാന്യം. അപ്പോ മദീനയിൽ ഉണ്ടായിരുന്നവര് ജൂതന്മാർക്ക് ഒരു അപ്രമാദിത്യം കൽപ്പിച്ചിരുന്നു. ജൂതന്മാരാണ് ഇതിന്റെ ആൾക്കാര്. എന്നാൽ എല്ലാവരും ജൂതന്മാരാവുന്നില്ല. പക്ഷെ ഓലാണ് അതിപ്പോ നമ്മുടെ നാട്ടില്
അധസ്ഥിതരായ പിന്നോക്കക്കാരായ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ദൈവത്തിന്റെ ആൾക്കാർ ഇവിടുത്തെ നമ്പൂരിമാരാണ്. കാരണം അവർക്കാണ് ഈ പൂജാതി കർമ്മങ്ങളും സംഗതികളൊക്കെ അവർക്കാണ് അറിയാം. അപ്പൊ ദൈവത്തോട് അടുക്കാൻ എന്തൊക്കെ പറഞ്ഞാലും ഇവരാണ് കർമ്മമൊക്കെ ചെയ്യേണ്ടത്. നമ്മളൊരു കൂട്ടൂല, നമുക്ക് അടുത്ത് പോകാൻ പറ്റൂല, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഗ്രഹത്തെ തൊടാൻ പറ്റൂല എന്നിരിക്കെ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് ഈ ദൈവത്തിന്റെ പ്രസാദം കയ്യിൽ കൊടുക്കുക പോലും ഇല്ലല്ലോ, ഇങ്ങനെ ഇടുകയാണ്. അപ്പൊ അടിയിൽ കൈ വെച്ചില്ലെങ്കിൽ സാധനം താഴെ. പക്ഷെ എന്നാലും അവരോട് ഒരു പ്രത്യേക ഒരു സംഗതി. ചിലപ്പോ സാമൂഹികമായ കാര്യങ്ങളിൽ അവരെ വിമർശിക്കും, ഓര് നമ്മളെ അകറ്റി നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞാലും എന്നാലും പഠിച്ചോണ്ട് ആൾക്കാർ എന്ന് പറയുന്നത് അവരാണെന്നുള്ള ഒരു വിചാരം ഉണ്ട്. അപ്പൊ ആ ഒരു വിചാരം ഒരു തരം അധമബോധമായിട്ടും അടിമത്വത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയായിട്ടും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ ജൂത സമൂഹത്തെ കുറിച്ച് അന്ന് അറബികൾക്കിടയിൽ അത് ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ചിലരൊക്കെ രോഗം ഭേദമാകാനോ തീർത്താൽ തീരാത്ത വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാനോ ഒക്കെ സ്വന്തം മക്കളെ ജൂതമതത്തിൽ നേർച്ചാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്റെ ഒരു മോനെ ജൂതനാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നേർച്ചയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന് മുമ്പ് അവിടെ വ്യാപകമായി ഉണ്ടായിരുന്ന ഈ ഒരു രീതിയില് പല അറബികളുടെയും മക്കൾ എന്തായിട്ടുണ്ട്, ജൂത സമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ജൂതമതത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ചോദ്യം വേറെ കിടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോയിരുന്ന ആളുകളും അതുപോലെ തന്നെ ബ്ലാക്ക് ജൂസ് എന്ന് പറയുന്ന വേറെ വിഭാഗവും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് ഈ ഒരു സംഗതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അങ്ങനെ മാറിയ പല ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ യഥാർത്ഥത്തിൽ ഈ ജൂത മതം പോലും പിന്നീട് ഉണ്ടായതാണ്. മൂസ അലൈഹിസ്സലാം പ്രബോധനം ചെയ്തിരുന്ന വേറൊരു ജീവിത ദർശനമുണ്ട്, വേറൊരു ദീനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു. അങ്ങനെ കടന്നു വന്ന പല ഉമ്മമാരും ഇങ്ങനെ മുമ്പ് നേർച്ചാക്കിയിട്ട് മാറിപ്പോയ മക്കളോട് ഈ ദീന് കൂടാൻ വേണ്ടി പറഞ്ഞു. ഒരു കൂട്ടാക്കുന്നില്ല, ഓല അതിൽ തന്നെ ആയിപ്പോയി. അപ്പൊ ഇവര് പറഞ്ഞു, ഞാനാണോ എന്നെ നേർച്ചാക്കിയിട്ട് ഓൾക്ക് കൊടുത്തത്, ഈ ശരിക്കും വലയിൽപ്പെട്ടതല്ല, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സമ്മർദ്ദപ്പെടുത്തുകയും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ നിർബന്ധം കാണിക്കരുത്, ബലപ്രയോഗം നടത്തരുത്, ഇക്റാഹ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അബുൽ ഹുസൈൻ എന്ന് പേരുള്ള ഒരു ക്രൈസ്തവൻ, മനസ്സിലായി, ക്രൈസ്തവർക്ക് ഹുസൈൻ എന്ന് അബൂന്നൊക്കെ പേരുണ്ടോ അവിടെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളുടെ മക്കൾ ക്രൈസ്തവ മതത്തിൽ തന്നെ നിൽക്കുകയും ആ മക്കളെ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് വാപ്പ നിർബന്ധിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് എന്നും പറയപ്പെടുന്നു. എന്തായാലും പരലോകം രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടിയുള്ള നിഷ്കളങ്കമായ ആഗ്രഹം കൊണ്ടാണ് പറയുന്നതെങ്കിലും ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ബലപ്രയോഗം നടത്തരുത്. ഇത് വിശ്വാസികളോട് അള്ളാഹു പറയുമ്പോ അള്ളാഹു ഇത് സ്വന്തത്തിൽ തന്നെ നടപ്പിലാക്കിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ദീനിൽ കൂടാൻ നിർബന്ധിക്കരുത് എന്നത് നമ്മളോട് മാത്രം പറഞ്ഞ കൽപ്പന അല്ല. അള്ളന്നെ എന്താക്കിയിട്ടില്ല, നിർബന്ധിച്ചില്ല. അള്ള മനുഷ്യർക്ക് നിർബന്ധമാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം, ശ്വസിക്കുക. നമ്മൾ ശ്വസിക്കൂലേ, ശ്വാസയ്ക്ക, അത് നമ്മക്ക് ഒരു മനുഷ്യനെ ഞാൻ നാളെ മുതൽ ശ്വസിക്കുന്നില്ല എന്ന് വിചാരിക്കാൻ പറ്റും. അതിന്റെ കാരണം എന്താ, അള്ളാഹു മനുഷ്യനെ പടയ്ക്കുമ്പോ ശ്വാസം അയക്കുക എന്ന് പറഞ്ഞ സംഗതി അവനിൽ എന്താക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അവനെ അതല്ലാത്ത ഒരു ജീവിതം ഉണ്ടാവൂല. അതുകൊണ്ടാണ് ശ്വാസം മുട്ട് വരുമ്പോ നമ്മൾ ചികിത്സിക്കേണ്ടി വരും.
ശ്വസിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ശ്വസിക്കുക എന്നത് ഒരാളിൽ നിർബന്ധമാക്കി അള്ളാഹു വിശ്വസിക്കുക എന്നൊരു കാര്യം നിർബന്ധമാക്കിയിട്ടില്ല. ശ്വാസവും വിശ്വാസവും തമ്മിൽ വ്യത്യാസം മനസ്സിലായി. ശ്വസിക്കൽ നിർബന്ധമാക്കി അള്ളാഹു വിശ്വസിക്കൽ എന്താക്കിയിട്ടില്ല. അത് ഓരോരുത്തർക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഒരാൾക്ക് വിട്ടു തന്ന കാര്യത്തെ നമ്മളായിട്ട് എന്താക്കരുത്, നിഷേധിക്കരുത്. അള്ളന്നെ നിർബന്ധാക്കിയില്ല, പിന്നെ നിങ്ങൾ എന്തിനാ നിർബന്ധാക്കണം? ഇനി നിർബന്ധാക്കാൻ കഴിയോ? ഒരാളെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാൻ കഴിയോ? ഇല്ല. കാരണം വിശ്വാസം ഉണ്ടാവേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ചിലരുടെ കരിമാന്ന് ഒരാളോട് പറഞ്ഞ് കത്തി ഊരിയാല് നന്നെ കവിഞ്ഞാ ഓനൊരു മുനാഫിക്കാവാനേ കഴിയും. കാരണം ഈ ചങ്ങായി കത്തി കാണിച്ച് ബേജാറായിച്ച് ഓൻ പുറമേക്ക് വിശ്വസിച്ച് മാപ്പിളയെന്ന് പറയാനേ കഴിയും. ഓന്റെ ഉള്ളിലുണ്ടാവോ? ഇല്ല. ഉള്ളിലില്ലാണ്ട് പുറത്ത് പറയണതിനാണ് എന്ത് പറയാ? മുനാഫിക്ക്. അപ്പൊ നിർബന്ധിത മതപരിവർത്തനം എന്നത് തന്നെ വ്യാജമാണ്. നിർബന്ധ മതപരിവർത്തനം ഒഴിവാകണം എന്നാണ് ബില്ല് പറയുന്നത്. നിർബന്ധ മതപരിവർത്തനം നടത്തിയ ഒരാൾക്ക് എന്താക്കാൻ കഴിയില്ല? മുസ്ലിമാക്കാൻ കഴിയില്ല. വ്യാജങ്ങളിലാണ് ആരോപണങ്ങൾ ഉണ്ടാവുക. ഇസ്ലാമിലേക്ക് ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റാൻ കഴിയില്ല. അത് അതിന്റെ പ്രകൃതത്തിൽ തന്നെ കഴിയൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒരു മുസ്ലിം തീരുമാനിച്ചു വിചാരിക്കുക കുറെ എണ്ണത്തിന് മതം മാറ്റണം, അതിനോ എന്താവൂല, അതിന്റെ ദീന് മാറൂല. ആളെ കൂട്ടാനോ അല്ലെങ്കിൽ രേഖപ്പെടുത്താനോ മാത്രമേ കഴിയുള്ളൂ. വഖഫിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചരിപ്പിക്കുന്നത് പല പൊതു സ്വത്തുക്കളും പിടിച്ചടക്കിയിട്ട് മുസ്ലിങ്ങൾ വഖഫാക്കി. പിടിച്ചടക്കിയ മുതൽ വഖഫാക്കാൻ കഴിയൂല. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സാധനം വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ പിടിച്ചടക്കി വഖഫാക്കി എന്ന് പറഞ്ഞാൽ അത് വഖഫല്ല, വേറെന്തോ ആണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പുന്ന ഭക്ഷണമാണ്. തുപ്പുന്ന ഭക്ഷണം ഹലാലാവൂല, ഊതാൻ തന്നെ പാടില്ല എന്നാ പഠിപ്പിച്ചത്. തുപ്പല് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിൽ ഊതരുത് എന്ന് പഠിപ്പിച്ചൊരു ദീനിലുള്ള ആൾക്കാർ എങ്ങനെയാണ് തുപ്പിട്ട് ഇത്? അപ്പോ സ്വന്തമായി തന്നെ നിലനിൽക്കാത്ത കാര്യങ്ങളാണ് എന്താക്കുന്നത് ഫാസിസ്റ്റുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ. ഒരാളെ സമ്മതമില്ലാതെ നേർവഴിയിലല്ലാതെ വലിയില്ലാതെ കല്യാണം കഴിക്കാൻ തന്നെ പാടില്ല. പിന്നെ എങ്ങനെയാണ് കല്യാണം എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സ്വയം നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ കള്ളപ്രചരണത്തിന് സ്വയം നിലനിൽക്കണം എന്നൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും യക്ഷിനെ കണ്ടിട്ടാണോ? ലയിച്ചു വന്നപ്പോ കുറെ യക്ഷിയൊക്കെ പോയി. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പല യക്ഷികളും പോയത് ഇവിടെ ഇലക്ട്രിസിറ്റി വന്നപ്പോഴാണ്, കറണ്ട് വന്നപ്പോഴാണ്. കറണ്ട് വന്നപ്പോ മനസ്സിലായി ഇതെന്താണെന്നുള്ളത്. അപ്പൊ കറണ്ട് ഇല്ലാത്തൊരു കാലത്തുള്ള പല യക്ഷികളും പിന്നെ എന്തൊക്കെ കുറെ സാധനങ്ങളുണ്ട് പൊട്ടിച്ച എന്തൊക്കെ അല്ലേ, പല സാധനവും പോയത് കറണ്ട് വന്നപ്പോഴാണ്. അങ്ങനെ അപ്പൊ ഏതായാലും പറഞ്ഞു വരുന്നത്, നിർബന്ധിക്കരുത്. അള്ളാഹു നിർബന്ധിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ചിട്ടില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്? നിർബന്ധിക്കുന്നില്ല. ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു നിർബന്ധവും ഇല്ല. ഇതിനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ തട്ടടൂല. എന്താ കാരണം? ദീനിൽ നിർബന്ധമല്ല. ഒരു പെണ്ണ് പറയാണ് ഞാൻ തട്ടടൂല, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധമല്ല. ഞാൻ നിസ്കരിക്കുന്നില്ല 5 വക്ത്, എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു നിർബന്ധമില്ല. അത് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് ദീനേ വേണ്ടാന്ന് വെക്കാന്നാണ് പറഞ്ഞത്. ദീനിൽ ഒരാൾ കൂടിയാല് പിന്നെ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. വേണ്ടേ? ഒരാൾക്ക് വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാണ്ടിരിക്കാം, വേറെ ആള് സുന്നത്ത് നിസ്കരിക്കുക കേക്കോട്ട് ഇരുന്നിട്ട്. ഇനി എന്താണ് ഇവിടെ? അത് സുന്നത്തല്ലേ, മണ നിസ്കരിച്ചാ പോരെ. അത് പറയാൻ പറ്റൂല. നിസ്കരിക്കില്ല, നിസ്കരിക്കണ്ട. പക്ഷെ നിസ്കരിക്കാണ് പിന്നെ എങ്ങനെ നിസ്കരിക്കണോ?
പിന്നെ അതിന്റെ ഒരു നിയമവും സംഗതിയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു സ്കൂളിൽ നമ്മളെ കുട്ടിനെ ചേർത്ത് ആൾ ചേർക്കണം ഒരു നിർബന്ധമില്ല, വേറെ സ്കൂളിലും ചേർത്ത്. പക്ഷെ ആ സ്കൂളിൽ ചേർത്തിയ അവിടുത്തെ നിയമം പിന്നെ നമ്മൾ അവിടുത്തെ യൂണിഫോം ഇടണം. എന്താ 1946 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ കറുത്ത പേര് വിടാം, വെള്ള പേര് വിടാന്ന് പറയാൻ പറ്റില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, എന്താ സ്വാതന്ത്ര്യം? ആ സ്കൂളിൽ തന്നെ ചേർക്കണമെന്നില്ല. ചേർത്തിയാൽ പിന്നെ അവിടുത്തെ നിയമം നമ്മൾ പറയും. നിങ്ങളിപ്പോ ഖുർആൻ സ്റ്റഡി സെന്ററിൽ വരാത്ത ആൾക്കാരെ നമ്മൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ വന്നാ പിന്നെ ഇവിടുന്ന് ഡാൻസ് കളിക്കാൻ പാടില്ല അല്ലേ? അതൊരു പൊതുമര്യാദയിൽപ്പെട്ട. അപ്പൊ ഓരോന്നും ഓരോ. അപ്പൊ ലാ ഇക്റാഹ ഫിദ്ദീനെ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കരുത്, തെറ്റിദ്ധരിക്കും. ഇനി ലാ ഇക്റാഹ ഫിദ്ദീൻ, അതുകൊണ്ട് കുട്ടികളോട് നിസ്കരിക്കാനൊന്നും പറയണ്ട എന്നും വെക്കരുത്. എന്താ കാരണം? കാര്യങ്ങളെ കുറിച്ച് വ്യക്തത കൈവന്നിട്ടില്ലാത്ത കുട്ടികളുടെ മേൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ചില അധികാരങ്ങൾ ഉണ്ട്. അത് മതേതര സമൂഹത്തിൽ എല്ലാവരും അംഗീകരിച്ച കാര്യം, മതസമൂഹത്തിൽ മാത്രമല്ല. ചില ആളുകൾ പറയും, എന്റെ കുട്ടികളെ അപേക്ഷാപത്രത്തിൽ ഞാൻ മതം എഴുതിയിട്ടില്ല. എന്താ കാരണം? ഒരു വലുതായിട്ട് ഒരിഷ്ടത്തിന് തെരഞ്ഞെടുത്തോട്ടെ. നിങ്ങൾ ഭയങ്കര ജനാധിപത്യവാദിയാണ്, ഞാൻ നമ്മളെ ബഹുമാനിക്കും. എന്താ കാരണം? കുട്ടികളുടെ കാര്യത്തിൽ ഇയാൾ എന്താക്കിയിട്ടില്ല, നിർബന്ധാക്കിയിട്ടില്ലല്ലോ. ഭയങ്കരമായ നല്ല വിശാല മനസ്സ് എന്നാണ് പറയാൻ. യഥാർത്ഥത്തിലോ മതത്തിന്റെ കോളം ഒഴിവാക്കിയിട്ടപ്പോ അതിന്റെ മോളിൽ കുട്ടിന്റെ പേര് എഴുതിയില്ലേ? ആ കുട്ടിനോട് ചോദിച്ചിട്ടായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാളുടെ സ്വത്വത്തിൽ അയാൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് അയാളുടെ പേര് എന്ന് പറയും. പേര് വളരെ പ്രധാനല്ലേ? അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ജാതി മേൽക്കോയ്മയുടെ ഇരുണ്ട കാലത്ത് ജാതിയിൽ താഴ്ത്തപ്പെട്ട ആളുകൾ അവർക്ക് കുട്ടി ഉണ്ടായാലേ നമ്പൂരിമാരായിട്ട് കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ച് അന്നേരം എന്തോ ഒരു പേരങ്ങളും തോന്നിയ പേര്. എന്തെല്ലോ പേരേക്കും. അത് പൊട്ടനാണെങ്കിലും പൊക്കനാണെങ്കിലും എന്തെല്ലോ പേരുണ്ട്. ആ പേരേ ഇവർക്കുള്ളൂ. മുന്തിയ പേരുകളൊക്കെ ആർക്കുള്ളതാണ്? മേൽജാതിക്ക്. ജാതിയിൽ താഴ്ത്തപ്പെട്ടവനെ ഓൻ പറഞ്ഞു കൊടുക്കണ എന്തോ ഒരു പേര്. ഓൻ അന്നേരം തോന്നുന്ന ഒരു പേര്. ചിലപ്പോ വെറ്റിലെ മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ പറയണെങ്കിൽ അന്നേരം ഉച്ചരിച്ചത് എന്ത് കേട്ടോ അത് പേര്. അതെന്തിനാണ്? ഇപ്പം പൊന്തരുത്. അപ്പൊ ആ പേരുകൊണ്ട് തന്നെ എന്തായി? അവിടെ കേട്ടോ. അതാണ് എന്റെ സംഗതി. അപ്പൊ പേര് ഒരാളുടെ സ്വത്വം ഐഡന്റിറ്റിയിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ മക്കൾക്ക് എന്ത് ചെയ്യണം? നല്ല പേരിടണം. അതൊരു കുട്ടീനോടുള്ള ബാധ്യതയാണ്. ഈ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ആരെങ്കിലും അവനാന്റെ മക്കൾക്ക് ഓരോട് ചോദിച്ചിട്ടാ പേരിട്ട് ആണോ? ചെറിയ കുട്ടികളാകുമ്പോ തന്നെ പല്ല് വെക്കാൻ പറഞ്ഞത് ഓരോട് ചോദിച്ചിട്ടാണ്. ഓന്റെ പല്ലല്ലേ, ഓൻ വലുതായിട്ട് മാണാൻ തേച്ചോട്ടെ എന്ന് ആലോചിച്ചു. ഓൻ കുളിക്കുകയാണെങ്കിൽ കുളിച്ചോട്ടെ, കുളിക്കുന്നില്ലേ കുളിക്കണ്ട. ഞാൻ ഓന്റെ കോളം നില്ലാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. അപ്പൊ കുട്ടികൾക്ക് ഹോമിയോ മരുന്നാണോ കൊടുക്കേണ്ടത്, ആയുർവേദമാണോ കൊടുക്കേണ്ടത്, അലോപ്പതിയാണോ കൊടുക്കേണ്ടത്, ഓനോട് വെച്ചിട്ടാ തീരുമാനിച്ച്. അപ്പോ വകതിരിവെത്താത്ത കുട്ടി അല്ലെങ്കിൽ കാര്യബോധമില്ലാത്ത കുട്ടികൾ, ആ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ചില അധികാരങ്ങളുണ്ട് എന്നത് ഏത് ലോകവും അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ 7 വയസ്സായ കുട്ടിനോട് നിസ്കരിക്കാൻ പാടില്ല. 10 വയസ്സായാല് അടിച്ചു നിസ്കരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശരിക്കും ഓൻ നിസ്കാരം നിർബന്ധമായില്ല. ഓൻ നിസ്കാരം നിർബന്ധാവുന്നത് അവൻ പ്രായപൂർത്തി എത്തുമ്പോഴാണ്. നിർബന്ധമാവാത്ത ഒരു കാലത്താണ് അടിച്ചു നിസ്കരിക്കാൻ പറഞ്ഞത്. അത് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നതിനെതിരല്ല. ഈ 10 വയസ്സായിട്ട് അടിച്ചു നിസ്കരിപ്പിച്ച കുട്ടി പിന്നെയും വലുതായി കാര്യങ്ങൾ മനസ്സിലാകുന്ന പ്രായപൂർത്തിയായതിന്റെ ശേഷം ഇസ്ലാം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുക, പിന്നെ വടിയെടുക്കരുത്. അവിടെ എന്തില്ല? നിർബന്ധമില്ല. കാരണം അവന് പ്രായപൂർത്തിയായി തീരുമാനിക്കാനുള്ള
അതാണ് ഖദ് തബയ്യന റുഷ്ദ്. അത് നിശ്ചയമായും ഇന്ന എന്ന അർത്ഥമാണ്. തബയ്യന വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. റുഷ്ദ് സന്മാർഗം, നേർവഴി, സത്യമാർഗം, സച്ചരിതമായ വഴി, അതാണ് റുഷ്ദ്. എന്നിട്ട് ആ ചങ്ങായിക്കാണ് റുഷ്ദി എന്ന് പേര്. സന്മാർഗം തന്നെ വേണ്ടാന്ന് വെച്ച ഒരാൾക്ക് എന്താണ് പേര്? അപ്പൊ ശരിക്കും പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താണ്? അത് ചില കുട്ടികൾക്കൊക്കെ അച്ഛന്മാര് സുന്ദരൻ എന്ന് പേരിടും. വലുതായിട്ട് ഇപ്പൊ മുഖം നോക്കി പേര് മാറ്റാൻ കഴിയും. അതെ, ജമീൽ എന്നൊക്കെ പേരിടും. പക്ഷെ അയാളെ കണ്ടാത്തില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇതുപോലെ റുഷ്ദിന് കിട്ടുപോയതാ. യഥാർത്ഥത്തിൽ റുഷ്ദ് എന്ന് പറഞ്ഞാൽ സന്മാർഗം. അത് തബയ്യന റുഷ്ദ്, അത് ഓതുമ്പോ കത്തബയ്യന റുഷ്ദ് മിനൽ ഗയ്, ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വേർതിരിക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതാണ്, അവരുടെ മുമ്പിൽ നല്ലതും ചീത്ത ഇന്നതാണെന്ന് പഠിപ്പിച്ചു. ഇതാണ് ഉൽമ്, ഇതാണ് ഹിദായത്ത് എന്ന് പഠിപ്പിച്ചു. ഇരുട്ട് ഇന്നതാണ്, വെളിച്ചം ഇന്നതാണെന്ന് കാണിച്ചു. അപ്പോൾ സന്മാർഗവും ദുർമാർഗവും വേർതിരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിർബന്ധം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ സന്മാർഗവും ദുർമാർഗവും വേർതിരിഞ്ഞിട്ടില്ലെങ്കിൽ നിർബന്ധം കാണിക്കാമെന്നാണോ? അല്ല, സന്മാർഗവും ദുർമാർഗവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കണം എന്നാണ്. സന്മാർഗവും ദുർമാർഗവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കേണ്ട പണിയാണ് അമ്പിയാ മുർസലീങ്ങൾ ചെയ്തത്. അപ്പണി അനന്തരം എടുക്കാനാണ് മുഅ്മിനീങ്ങളോട് അല്ലാഹ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏകദൈവത്വത്തിന്റെയും ബഹുദൈവത്വത്തിന്റെയും പ്രശ്നം എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പഠിപ്പിച്ചു. അള്ളാഹുവിൽ നിങ്ങൾ ജീവിതത്തെ വരവേൽപ്പിച്ച് മുന്നോട്ട് പോയാൽ സ്വർഗം കിട്ടും, ഇല്ലെങ്കിൽ നരകത്ത് പോകേണ്ടി വരും. നിങ്ങൾ നരകത്തിന്റെ വഴി തീരുമാനിച്ചാലും സ്വർഗത്തിന്റെ വഴി തീരുമാനിച്ചാലും നമ്മൾ നിങ്ങളെ മേൽ നിർബന്ധിക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ നിങ്ങളോട് സൗഹൃദം ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങളും സ്വർഗത്തില് നമ്മളും സ്വർഗത്തില് എന്നല്ല. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ ദീന്, നമ്മക്ക് നമ്മളെ ദീൻ. ഇത് മതസൗഹാർദ്ദത്തിന്റെ അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോളൂ എന്നതിന്റെ ആയത്തായിട്ടാണ് പലരും ഓതല്. ആയത്ത് അതല്ല. എന്താണ്? നിങ്ങളും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. അതുകൊണ്ട് നിങ്ങളുടെ വഴി വേറെയാണ്, എന്റെ വഴി വേറെയാണ്. എന്റെ വഴി വേറെയാണ്, നിങ്ങളുടെ വഴി. ആയത്തൊന്ന് ഓതി വെക്ക്. തിരിച്ചു മറിച്ചു മറിച്ചു തിരിച്ചു പറയാം. ഒരേ സംഗതി തന്നെയാണെങ്കിലും പല രീതിയിൽ പറയാം. എന്ന് പറഞ്ഞാൽ സന്മാർഗവും ദുർമാർഗവും ഒരുപോലെ ആവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴി പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ കയറാം, വാൽശ്ശേരിക്കുള്ള ബസ്സിലും കയറാം. ഏത് ബസ്സിൽ കയറിയാലും കോഴിക്കോട്ട് എത്തും എന്ന് പറയരുത്. കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ കയറിയാൽ തന്നെ കോഴിക്കോട്ട് എത്തും. അത് പറഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് വാൽശ്ശേരി ബസ് കയറുന്നതിന് വിരോധമില്ല, അത് ഞാൻ തടയൂല. വാൽശ്ശേരി ബസ് കയറുന്നവരോടും പറയാണ് ഇത് കോഴിക്കോട്. അത് തിരിച്ചു വന്നാൽ തന്നെ എത്തും. അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴി കൃത്യമാണ്. നരകത്തിന്റെ വഴിയിൽ നിന്ന് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അവിശ്വസിക്കാം. വിശ്വസിക്കുന്നവനും കിട്ടും കഞ്ഞിയും ചോറും ഒക്കെ, വിശ്വസിക്കാത്തവനും കിട്ടും. അത് വിശ്വസിക്കുന്നവനും കിട്ടും ദുനിയാവിലെ വിഭവങ്ങൾ, അവിശ്വസിക്കുന്നവനും കിട്ടും ദുനിയാവിലെ വിഭവങ്ങൾ. തടയൂല. അങ്ങനെ തടയായിരുന്നെങ്കിൽ പിന്നെ ഇക്രാഹ് ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. തടയാണിപ്പോ വിശ്വസിക്കുന്നവര് മാത്രം സൂക്കേട് മാറുക, വിശ്വസിക്കാത്തവർക്കൊന്നും സൂക്കേട് മാറുന്നില്ലെങ്കിൽ പിന്നെ ഇക്രാഹ് ഇല്ല എന്ന് പറയാൻ അർത്ഥമല്ല. അപ്പൊ ദുനിയാവിൻ്റെതായ ഒരു രീതിയുണ്ട്. അതില് ഇന്നത് ഇന്നത് ഇന്നത്. അപ്പൊ മരുന്ന് കുടിച്ചാൽ ഇന്നതിന് മരുന്ന് കുടിച്ചാൽ ഇന്ന സുഖം. അപ്പൊ അത് ആര് കുടിച്ചാലും മാറും അല്ലേ? അങ്ങനെയാണ്.
പിന്നെ എല്ലാവരും വിശ്വാസികളാകുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് അതിന്റെ ഒരു ഗുണം അവർക്ക് ഉണ്ടാവും. അതിന്റെ കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ ദീൻ, ആ ഫിത്രത്ത് എന്നതുകൊണ്ട് അതിന്റെ ഒരു ഗുണം ഉണ്ടാകും. അതുകൊണ്ട് സത്യവും അസത്യവും, നേർമാർഗവും നിർമാർഗവും തമ്മിൽ വേർതിരിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ അതിൽ എന്ത് ചെയ്യരുത്? ഇക്റാഹ്. അപ്പൊ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ കള്ളു കുടിച്ചവനെ ഇസ്ലാമിക ഗവൺമെന്റ് അടിക്കുന്നു, വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലുന്നു, അതൊരു നിർബന്ധമല്ലേ? ബലപ്രയോഗമല്ലേ? അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ആരാധന പ്രാർത്ഥനക്കാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന സംശയമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രവും രാജ്യ നിയമവും കൂടി ഉൾക്കൊള്ളുന്നതായതുകൊണ്ട്, ക്രിമിനൽ ലോസ് ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾ ഉണ്ടാവും. ആ രാജ്യ നിയമങ്ങൾ ലംഘിക്കുന്നവരെ രാജ്യം ചെയ്യും, ശിക്ഷിക്കും. പലിശ വാങ്ങാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ആ രാജ്യത്തിന്റെ നിയമമാണ്. ആ നിയമം ലംഘിച്ചാൽ ശിക്ഷ ഉണ്ടാവും. അതിന് ആരും കാണാണ്ട് പൊരേന്നാരോ കള്ളുടിച്ചാൽ ഗവൺമെന്റ് ശിക്ഷിക്കൊന്നുമില്ല. സാക്ഷിയൊക്കെ വേണം എന്ന് പറഞ്ഞാല് പബ്ലിക് നോൺസെൻസ് ഉണ്ടാക്കരുതെന്നാണ്. വ്യഭിചാരവും അതേപോലെ തന്നെ സാക്ഷിയൊക്കെ വേണം എന്ന് പറഞ്ഞാൽ തോന്നിയാസം പ്രകടാക്കരുതെന്നാണ്. ചകഞ്ഞ് അന്വേഷിച്ച് പോയിട്ട് ശിക്ഷിക്കുക. അപ്പൊ ഒരാൾക്ക് ദുർമാർഗം തിരഞ്ഞെടുക്കാം, പക്ഷെ അത് സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അവിടെ ഇസ്ലാം ഇടപെടും, നിയന്ത്രിക്കും, നിയമം മൂലം നിരോധിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ലാ ഇക്റാഹ ഫിദ്ദീന്റെ എതിരല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറയുന്ന ഈ ജീവിത വ്യവസ്ഥയിൽ നിങ്ങൾ ഒരാളെയും എന്ത് ചെയ്യരുത്? നിർബന്ധിക്കരുത് എന്നാണ്. ഇനി അള്ളാഹു പറയാണ്, ആർ കാഫിറായോ എന്ന് പറഞ്ഞാൽ അതിര് വിട്ടു എന്നാണ്. ഫിറഔനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്നഹു തഗാ, അവൻ എന്താണ്? പരിധി വിട്ടവനാണ്. വെള്ളം കരകവിഞ്ഞൊഴുകി ഓവർഫ്ലോ ആയി എന്നുള്ളതിന് ആ വാക്ക് ഉപയോഗിക്കും, തഗാ. അപ്പോൾ പരിധി വിടുക, അതിര് ലംഘിക്കുക എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അള്ളാഹുവിന് സ്വയം വിധേയപ്പെടാതിരിക്കുകയും അള്ളാഹുവിനെ വിധേയപ്പെടുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ താവൂത്താണ്. അത് ശൈത്താൻ താവൂത്താണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുന്ന ഭരണാധികാരികൾ താവൂത്താണ്. അതേപോലെ തന്നെ ആരൊക്കെ ഉണ്ടോ ദൈവേതര ശക്തികൾ എന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. അങ്ങനെയുള്ള താവൂത്തിനെ നിങ്ങൾ നിഷേധിക്കണം. അപ്പൊ ആദ്യം അള്ളാഹു പറയുന്നത് നിഷേധിക്കാനാണ്. കാഫിറായവൻ ആര്? താവൂത്തിന്റെ കാര്യം. എന്നിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യാം. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? നിഷേധിക്കലാണ്. അള്ളാഹുവിന്റെ ആധിപത്യം അല്ലാത്ത ആധിപത്യങ്ങളെ നിഷേധിക്കുക. ലാ ഇലാഹ, നിഷേധിച്ചു. പിന്നെ വിശ്വസിക്കുക, ഇല്ലല്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക. അപ്പൊ ആദ്യം മുൻഗണന പറഞ്ഞത് നിഷേധമാണ്. തിന്മകളെ നിഷേധിക്കുകയും നന്മകൾ സ്വീകരിക്കുകയും ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് നല്ല ബലമുള്ള കയറിനെയാണ്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ പുളിങ്കൊമ്പിലാണ് പിടിച്ചത്. എന്താ പുളിങ്കൊമ്പിന്റെ പ്രത്യേകത? നല്ല ഉറപ്പിട നേരിയതായിട്ടേ തോന്നുള്ളൂ, പക്ഷെ അതിനും എന്തുണ്ടാവും? ഉറപ്പില്ലാത്ത വേറെ പല കൊമ്പുണ്ട്. മനുഷ്യന്മാരെ പിടിച്ചു പൂര കുത്തരം വീണിട്ടുള്ള. പക്ഷെ പുളിങ്കൊമ്പ് പിടിച്ചാൽ നല്ല പിടുത്ത. ഇത് എങ്ങനെയാണെന്നറിയോ? നല്ല ബലമുള്ള കയറിലാണ് അവർ പിടിച്ചത്. പൊട്ടുക എന്ന് പറയുന്ന ഒരു പ്രകൃതം തന്നെ അതിനില്ല. പൊട്ടിപ്പോവും, പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ കിട്ടിയ അങ്ങനല്ല. അങ്ങനെയുള്ള ചില കയറുണ്ട്. മോനെ കഴിച്ചിലായി. എങ്ങനെ കഴിച്ചിലായി? പൊട്ടാട്ട് കഴിച്ചിലായി എന്ന് പറയുന്ന ചില കയറുണ്ട്. ചിലപ്പോ നമ്മളിങ്ങനെ തൂങ്ങിപ്പിടിച്ച് കയറി കഴിഞ്ഞിട്ട് ശ്വാസമായിക്കോളൂ. കാരണം എന്താ?
പൊട്ടു. പക്ഷെ ലാ ഇൻഫിസാമ ലഹ, ഈ കയർ അങ്ങനല്ല, പൊട്ടുന്ന പരിപാടിയില്ല. അള്ളാഹു വിശ്വസിക്കുകയും താവൂത്തിനെ വെടിയുകയും ചെയ്ത വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, താവൂത്തിനെ കൈവടിഞ്ഞ് അള്ളാഹുവിന്റെ ആൾക്കാരായാൽ പിന്നെ അവരുടെ കയറ് പൊട്ടിപ്പോണ പ്രശ്നമില്ല. അല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്. ഇനിയും അള്ളാഹുവിനെ കുറിച്ച് തന്നെ പറയാണ്. അള്ളാഹു വലിയ. എന്താണ് വലിയ എന്ന് പറഞ്ഞാൽ? നമ്മൾ നിക്കാഹൊക്കെ ചെയ്യുമ്പോൾ വലിയ ഉണ്ടാവില്ലേ, രക്ഷാധികാരി. നിക്കാഹ് കേൾക്കുമ്പോ ഒരു വലിയും ഒരു വരനും രണ്ട് സാക്ഷികളൊക്കെ ആണല്ലോ. ഏടെ പെണ്ണ് ചിലർ ചോദിക്കരുത്, ഓളെ കല്യാണം, പക്ഷെ ഓളി ഇവരുണ്ടാവും തമ്മിൽ ഇടപാടാ ആണ്. എന്തുകൊണ്ടാണ് ഇടപാട് അങ്ങനെ ഉലമ്പിലായത്? എന്തുകൊണ്ടാണ്? ഈ വിലായത്ത് എന്ന് പറഞ്ഞാൽ ഇവളെ തിന്നാൻ കൊടുത്ത്, കൊടുക്കാൻ കൊടുത്ത്, ചികിത്സിച്ച് സംരക്ഷിക്കുക എന്ന് പറയുന്ന ഈ ഒരു രക്ഷാധികർത്തൃത്വത്തെയാണ് എന്ത് ചെയ്യുന്നത്? ആ ചങ്ങായിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അത് പെണ്ണിനെ സ്വന്തത്തിൽ തന്നെ ഏൽപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തത്. പെണ്ണിന് സ്വന്തത്തിൽ അങ്ങനത്തെ ഒരു ബാധ്യത ഇല്ല. ജീവിക്കാനുള്ള വകുപ്പ് സ്വന്തം കണ്ടെത്താൻ ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞിട്ടില്ല. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം ഇത് സ്വന്തം ചുമതലയല്ല. ഈ ചുമതല അള്ളാഹു ഏൽപ്പിച്ചത് പുരുഷനെയാണ്. വാപ്പയാണെങ്കിൽ വാപ്പ, ആങ്ങളാണ് ആങ്ങള. ആ രക്ഷാധികർത്തൃത്വം ആരൊക്കെ കൈമാറുകയാണ്? വേറൊരാൾക്ക് കൈമാറുകയാണ്. അതുകൊണ്ടാണ് അവിടെ പെണ്ണ് വേണ്ടതില്ലാത്തത്. പെണ്ണിനെ അവഗണിച്ചതോ അധികാരമില്ലാത്തതല്ല. പെണ്ണിന് അധികാരം കൊടുത്തതിന്റെ അർത്ഥം എന്താ? ഓളെ നോക്കേണ്ട ബാധ്യത നോക്കുന്നതാണ്. ഓളെ നോക്കേണ്ട ബാധ്യത നോക്കില്ല. ആ ബാധ്യത വാപ്പാക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, സംരക്ഷണോത്തരവാദിത്വം അൺകണ്ടീഷണൽ, ഒരു ഉപാധിയുമില്ലാതെ ബാധ്യതയാക്കപ്പെട്ടത് ആർക്കാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെലവിന് കൊടുക്കും. നിങ്ങളല്ല, ആണുങ്ങൾ. അങ്ങനെ പരിപാടിയല്ല. ആണ് ചെലവിന് കൊടുക്കാൻ. ആർക്കാണ് ചെലവിന് കൊടുക്കേണ്ടത്? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളേ. ഇപ്പൊ ഉറങ്ങണവർക്ക് കുടുത്തം വിടും. ഒറ്റ പ്രാവശ്യം കേട്ടു. എന്താണ്? ആർക്ക് ചെലവിന് കൊടുക്കലാണ് നിർബന്ധം? ഭാര്യക്ക്. പിന്നെ ഭാര്യമാര്. എത്ര സൂക്ഷ്മമായി കാണാൻ. പിന്നെ അല്ല, അതൊരു സംഗതി ഭയങ്കര സംഭവം പറഞ്ഞത്. ഭാര്യക്ക് എന്ന് പറയുമ്പോ അവർക്കുള്ള ഒരു ഒരു അവകാശത്തെ അവരെന്ത് ചെയ്യാണ്? കൈവിടുകയാണ്. അതുകൊണ്ട് സൂക്ഷ്മമായ പ്രയോഗമാണ് ഭാര്യമാർക്ക്. പിന്നെ മക്കള്, പിന്നെ മാതാപിതാക്കൾ, പിന്നെ മഹലിലുള്ള എല്ലാവർക്കും. അതെ, നിങ്ങൾ കേട്ടോ, ഒരു ഉപാധിയും ഒരു കണ്ടീഷനും ഇല്ലാതെ ഒരു പുരുഷൻ ചെലവിന് കൊടുക്കേണ്ട ഒരേ ഒരു ജീവിയുള്ളൂ. അതാണ് ഭാര്യയാണ്. ജീവിന്ന് ഞാൻ തമാശക്ക് പറഞ്ഞു. ഉമ്മക്കും വാപ്പക്കും സ്വന്തമായിട്ട് ചെലവ് ചെയ്യാൻ കയ്യിലില്ലെങ്കിലേ കൊടുക്കേണ്ട ബാധ്യത ഉള്ളൂ. മക്കള് പ്രായപൂർത്തിയെത്തി അധ്വാനിക്കാൻ പോകാനായാൽ പിന്നെ അവർക്ക് കൊടുക്കേണ്ട ബാധ്യതയില്ല. അപ്പൊ കണ്ടീഷനാണ്. എന്താണ്? ഒന്നുകിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല, ചെറിയ മക്കളാണ്, ഇല്ലെങ്കിൽ മന്ദബുദ്ധിയാണ്. മന്ദബുദ്ധിയാണ് പിന്നെ 65 വയസ്സായാലും കൊടുക്കേണ്ടി. അപ്പൊ കണ്ടീഷണലാണ്. കണ്ടീഷനൊന്നുമില്ല. കോടീശ്വരിയാണെങ്കിലും ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഉപാധികളില്ലാതെ ചെലവിന് കൊടുക്കേണ്ട ഒരൊറ്റ പടക്കം, അത് ഭാര്യ. അല്ലാത്തതൊക്കെ ഉപാധികൾ.
അമ്മക്കും ബാപ്പക്കും സ്വന്തമായി വരുമാനമുണ്ട്, അവർക്ക് സ്വന്തം ജീവിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കെ കൊടുക്കല് എന്തല്ല ബാധ്യത. മക്കൾ അങ്ങനെയാണ്, സഹോദരന്മാർ അങ്ങനെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആരൊക്കെയാണോ നമ്മുടെ കൂടെ ഉള്ളത് അവരൊക്കെ അങ്ങനെയാണ്. ആ കണ്ടീഷൻ വന്ന ബാധ്യതയാവും, കണ്ടീഷൻ ഇല്ലെങ്കിൽ ബാധ്യത. പക്ഷെ പെണ്ണിനെ സംബന്ധിച്ച്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ കൊടുക്കണം. അത് എന്തായാലും ഓളത് പൈസ ഉണ്ട്, വല്ലത് പൈസ ഇല്ല, നിങ്ങളിപ്പോ തൽക്കാലം തരണ്ടെന്നൊക്കെ പറയാൻ വിരോധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ചെലവാക്കാൻ വിരോധം. ഇങ്ങനെ ഒരാൾക്കും ഒരു നയാ പൈസയും കൊടുക്കാൻ ഒരു നിർബന്ധവും ഇല്ലാത്ത പെണ്ണിനെ സ്വത്തിന്റെ പകുതി കൊടുക്കാൻ ആണ് ഇസ്ലാം കൽപ്പിച്ചത്. ഇതിനത് വെറുതെ നിങ്ങൾ വെച്ചോ, വെറുതെ ഒരു ബാധ്യതയില്ല, ആർക്കും കൊടുക്കേണ്ട ബാധ്യതയില്ല. ഭർത്താവിനെ കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. എന്നാലും നിങ്ങൾ വെച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനും വേണ്ടിയിട്ട് ആഭരണമൊക്കെ ഇട്ടോളി, മോതിരം വളയും മാലയും എല്ലാം ഇട്ടോളി. വെള്ളം കൊണ്ടാണ്ട് നോക്കിയാൽ മതി, സക്കാത്തൊക്കെ കൊടുത്താൽ മതി, ഇങ്ങനെ ജീവിച്ചോളാം. അപ്പൊ വലിയ എന്ന് പറഞ്ഞിടത്തുനിന്ന് ആനുഷംഗികമായിട്ട് ഞാനത് പറഞ്ഞതുള്ളൂ. വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി, ആത്മമിത്രം, സഹായി. അതിന്റെ ജമ്മാണ് ഔലിയാ. നമ്മൾ മലയാളത്തിൽ ഔലിയാക്കന്മാര് എന്ന് പറയും. അപ്പൊ പിന്നെ എവിടെ പെണ്ണുങ്ങന്മാര് എന്നറിയും. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുവചനായി. പിന്നെയും ബഹുമാനിച്ചിട്ട് പറയാണ് പെണ്ണുങ്ങന്മാര്. അങ്ങനെ കക്കോടി പറയാൻ വിചാരിച്ചു, ദുനിയാവിലും എവിടെയും പറയില്ല എന്ന് പറയാം. വയനാട്ടിൽ പെണ്ണുങ്ങന്മാരെന്ന് പറയും. ആ പെണ്ണുങ്ങന്മാരുണ്ടാവോ ക്ലാസ്സിലെന്ന് ചോദിച്ചാ അതിന്റെ അർത്ഥം പെണ്ണുങ്ങൾ ഉണ്ടാവോ? ഒരർത്ഥത്തിൽ അത് ശരിയല്ലേ എന്ന് എനിക്ക് തോന്നലുണ്ട്. ഞാൻ അവിടുന്ന് വിലയിച്ചുകൊണ്ട് മാത്രമല്ല. എന്താന്ന് വെച്ചാൽ നമ്മള് ഒരേലുള്ള ഒരു ഭാര്യക്ക് തന്നെ പറയാം എന്റെ പെണ്ണുങ്ങൾ എന്നാണ്. അപ്പൊ പിന്നെ കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവും, പെണ്ണുങ്ങന്മാരെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നേരത്തെ ഭാര്യമാർ എന്ന് പറഞ്ഞത് അർത്ഥം എന്റെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണൂലല്ലോ. ശരിക്കും എന്റെ പെണ്ണെന്നല്ലേ പറയേണ്ടേ ഉള്ളൂ. പക്ഷെ ആണുങ്ങൾ എപ്പോഴും ഭയങ്കര ബഹുമാന ആദരവോട് കൂടിയാണ് സ്ത്രീകളെ കുറിച്ച് പറയാം. അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അവരുടെ ഹൃദയത്തിൽ എത്ര സ്ഥാനമുണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആദരപൂർവ്വം ഒരു അബോധത്തിൽ പോലും ഒരാള് പിന്നെ ആദരവില്ലാതെ പറയില്ലല്ലോ. എന്റെ പെണ്ണുങ്ങൾ ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല. പരാതിയാണെങ്കിൽ പോലും എന്താ പറയാ, പെണ്ണുങ്ങൾ എന്നാണ് പറയാ, എന്റെ പെണ്ണെന്ന് പറയും. അവിടെ സന്തോഷിച്ചു, ആ സന്തോഷമെങ്കിലും കിട്ടട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ രക്ഷാധികർത്തൃത്വം, ആത്മമിത്രം, സഹായം, ഇതൊക്കെയാണ് വലിയ. അതിന്റെ ജമാണ് ഔലിയ. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം വലിയുകളാണ്, ആത്മമിത്രങ്ങളും സഹായികളുമാണ് എന്നർത്ഥം. അപ്പൊ അല്ലാഹു ആണ് വലിയ. ആരെ? അല്ലദീന ആമനൂ, മുസ്ലിങ്ങളുടെ വലിയ അല്ലാഹു ആണ്. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, എല്ലാ ഇരുട്ടുകളിൽ നിന്നും. ഇരുട്ടുകൾ എന്നാണ് പറഞ്ഞത്. നാസ്തികത, നിരീശ്വരവാദം, ഭൗതിക ദർശനങ്ങൾ, അങ്ങനെ ഇരുട്ടുകൾ കുറെ അധികം ഉണ്ടാവും. എന്നാലോ ഇലൻ നൂർ, വെളിച്ചം മറ്റൊന്നേ ഉള്ളൂ. സിറാത്തുൽ മുസ്തഖീം. അല്ലാണ്ട് നൂർ എന്നുള്ളതിന് ബഹുവചന അറബിയിൽ ഇല്ലായിട്ടല്ല. അപ്പൊ ളുലുമാത്, ഇരുട്ടുകൾ ഒരുപാടുണ്ട്, വെളിച്ചം ഒന്നേ ഉള്ളൂ. അപ്പൊ അല്ലാഹു വലിയാണ്. ആ വലിയ മുഅ്മിനീങ്ങളെ നയിക്കുന്നത് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. വല്ലദീന കഫറു, എന്നാൽ നിഷേധികളോ, ഔലിയാഹുമുത് താഗൂത്ത്. അവിടെ വലിയ എന്നല്ല പറഞ്ഞത്, ഔലിയാ എന്നാണ്. കാരണം പലജാതി ഇരുട്ടുകളുടെയും ആൾക്കാര്, വലിയുകൾ ആണ് ആർക്കുണ്ടാവുക? കാഫിര്യങ്ങൾക്ക് ഉണ്ടാവുക. യുഖ്രിജൂനഹും മിനൻ നൂരി ഇല ളുലുമാത്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് അവരെ കൊണ്ടുപോവുക. ഒക്കെ നമ്മളെ ഈ പുതിയ ഭാരതത്തിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ തന്നെ ആലോചിച്ചാൽ കിട്ടും. നമ്മുടെ സമ്പ്രദായങ്ങൾ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് മനുഷ്യനെ നയിക്കുന്ന സമ്പ്രദായങ്ങൾ, വിശുദ്ധിയിൽ നിന്ന് ചാണകക്കുഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ താഗൂത്ത് ചെയ്യുന്നത്. അതാണ് പറയുന്നത്
വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത് ഉലൈക അസ്ഹാബുൻ നാർ. അവർ നരകവാസികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ. അവരതിൽ നിത്യവാസികളാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ. മനസ്സിലായി? നിങ്ങ ഈ ഹും ഫീഹാ ഖാലിദൂൻ, അവരെ നരകത്തിൽ നിത്യവാസികളാണെന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞു നിനക്കാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ബലപ്രയോഗവുമില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ കഴിച്ചതായി അതിനർത്ഥമില്ല. നിങ്ങൾ നരകവാസികളായിരിക്കും, അതിൽ നിത്യവാസികളായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കാൻ സന്മാർഗം സ്വീകരിച്ചോളൂ. നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല, നിങ്ങൾ നിർബന്ധിക്കൂല. കാരണം അള്ളാഹ് നിർബന്ധിച്ചിട്ടില്ല, റസൂൽ നിർബന്ധിച്ചിട്ടില്ല. നിർബന്ധിച്ച ഒരാളെ മാറ്റാനും കഴിയൂല. ഇന്ത്യ രാജ്യത്ത് എവിടെയും മതപരിവർത്തനം നിരോധിച്ചിട്ടില്ല കേട്ടോ. ഒരു സ്ഥലത്ത് നിരോധിച്ചില്ല. ചില സംസ്ഥാനങ്ങളിൽ നിരോധിച്ചത് നിർബന്ധിത മതപരിവർത്തനമാണ്. പക്ഷേ ഏത് മതപരിവർത്തനത്തിനെയും അവരെന്താക്കും? നിർബന്ധിത മതപരിവർത്തനമാക്കും. അങ്ങനെയാണ് അവർ നടപടി സ്വീകരിച്ചത്. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഗതി ആണ് യഥാർത്ഥത്തിൽ തെറ്റ്. അത് ഇന്ത്യയിലോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രാജ്യത്തോ അല്ല, ഇസ്ലാമിൽ തന്നെ നിർബന്ധിത മതപരിവർത്തനം തെറ്റാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിക്കാൻ പാടില്ലാത്തതാണ് എന്നതാണ്. അങ്ങനെ ഇതിനകത്ത് ആളെ കൂട്ടണ്ട. അങ്ങനെയുള്ള ആളുണ്ടായിട്ട് കാര്യമില്ല. ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. സ്വീകരിച്ചവരോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്, കാരണം സന്മാർഗം സ്വീകരിച്ചവരാണ് എന്നതാണ്. സ്വീകരിക്കാത്തവരോട് നമുക്ക് വെറുപ്പൊന്നുമില്ല, സഹതാപമാണ് ഉള്ളത്. കാരണം അവരുടെ പരിണിതി വളരെ മോശമായി പോവല്ലോ എന്നതാണ്. അതുകൊണ്ട് ആ സഹതാപം വെച്ച് നമ്മൾ വീണ്ടും 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 വിളിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പിന്നാലെ നടന്നിട്ട് വിളിച്ചത്. പക്ഷേ നിർബന്ധിച്ചിട്ടില്ല, ഒരാളെയും നിർബന്ധിച്ചിട്ടില്ല. ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ അതിനും ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾക്ക് ഇസ്ലാമിന് രാജ്യമെത്താം. അപ്പൊ മുർത്തദിനെ കൊല്ലാൻ പറഞ്ഞതോ? മുർത്തദിനെ കൊല്ലണമെന്നുണ്ട്. മുർത്തദ് എന്ന് പറഞ്ഞാൽ മതപരിത്യാഗി എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞതാണ്. മുർത്തദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദീൻ ആകുന്ന ജീവിത ദർശനത്തെ കൈയൊഴിഞ്ഞവൻ, മതം കൈവിട്ടവൻ എന്നല്ല. പിന്നെന്താണ്? അതൊക്കെ നമ്മൾ മനസ്സിലാവണമെങ്കിൽ ഈ ദീൻ എന്ന് പറയുന്നത് ആരാധനാനുഷ്ഠാനങ്ങളോടൊപ്പം രാജ്യ നിയമം കൂടിയാണ് എന്ന് മനസ്സിലാവണം. എന്നാലാണ് മുർത്തദിനെ കൊല്ലാൻ പറഞ്ഞ വിധി മനസ്സിലാവും. രാജ്യത്തിനെതിരാവുകയും രാജ്യത്തോടുള്ള കൂറ് കൈയൊഴിയുകയും ചെയ്താൽ അതാണ് മുർത്തദ്. അപ്പൊ പിന്നെ അയാൾക്ക് വധശിക്ഷ തന്നെയാണ്. അല്ലാതെ എനിക്ക് ഇസ്ലാം വേണ്ട, ഞാൻ ഹിന്ദു ആകാണെന്ന് ഒരാൾ വിചാരിച്ചാൽ, ഒരാൾ പ്രഖ്യാപിച്ചാൽ അയാളെ നിർബന്ധിച്ച് ഇതിൽ തന്നെ നിർത്തണമെന്ന് പറയാനുള്ള വകുപ്പില്ല. ഇങ്ങോട്ട് വരാൻ സ്വാതന്ത്ര്യമുള്ള പോലെ അങ്ങോട്ട് പോകാനും സ്വാതന്ത്ര്യം. പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ച് കുപ്രചരണം നടത്താറുള്ളത് രണ്ട് വെട്ടിനിടയിലാണ് ഇസ്ലാം. ഒരാള് ദീന് കൂടുമ്പോ ഒരു വെട്ടു, അത് സുന്നത്തേക്ക്. ഇത് ഒഴിവാക്കിയാൽ പിന്നെ വേറൊരു വെട്ട്, അത് തലവെട്ടം. ഇങ്ങനെ രണ്ട് വെട്ടിനിടയിലാണ് ഇസ്ലാം എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയില്ല. ഇസ്ലാമിൽ നിന്ന് ഒരാൾക്ക് വേണേൽ രാജിവെച്ച് പോവാം, ഒരു സംശയമില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്തും സഹാബിമാരുടെ കാലത്തും, അതായത് ഖുലഫാ-റാഷിദീന്റെ കാലത്തൊക്കെ മതം വിട്ടുപോയവരെ വധശിക്ഷ നൽകിയിട്ടില്ല. അതേ സമയത്ത് ശത്രു സൈന്യത്തോടൊപ്പം ചേരുകയോ
അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന അവിടുത്തെ ഹുക്കൂമത്തിനെതിരായി, അതായത് ദീനി ഭരണത്തിനെതിരായി പ്രവർത്തിക്കുകയോ ചെയ്തവരെ മുർത്തത്തായിട്ട് അതിൽപ്പെട്ടതാണ് മുസൈലിമത്തുൽ കദ്ദാബ് നമ്മൾ പറയില്ലേ, കള്ളപ്രവാചകത്വം വാദിച്ചു. അയാളെ കൊല്ലാനുള്ള കാരണം എന്താന്ന് വെച്ചാല് കള്ളപ്രവാചകത്വം വാദിച്ചു എന്നതെല്ലാം നാട്ടിൽ അയാൾ എന്താക്കി, ഫിത്നയുണ്ടാക്കി. അവിടെയുള്ള സമ്പ്രദായത്തെയും സിസ്റ്റത്തെയും മുഴുവനും തകരാറിലാക്കി. ഫിത്നക്കാണ് ശിക്ഷ. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നൊക്കെ പറയുകയും ചെയ്യൂ, ദീനിന് പുറത്തു വരെ കൊല്ലുകയും ചെയ്യും എന്ന് പറയുന്നത് ശരിയല്ല. ദീൻ ഉപേക്ഷിച്ചവനെ അല്ല കൊല്ലുക. ദീൻ എന്ന് പറയുന്നത് മതവും അനുഷ്ഠാനവും ഒക്കെ ആയതോടൊപ്പം അത് രാഷ്ട്രവും ഭരണവും കൂടി ആയതിനാൽ ഇസ്ലാമികമായ ഹുക്കൂമത്ത് നിലനിൽക്കുന്നിടത്ത് ഒരാൾ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ ചേർന്നാൽ പിന്നെ അവിടെ എന്താണ്, രാജ്യദ്രോഹ നിയമം ഏത് ആധുനിക ജനാധിപത്യ കാലത്തും അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നത് ആ നിയമമാണ് ഭരണാധികാരികൾ ദുരുപയോഗപ്പെടുത്തുന്നത്. അതിനെ ദുരുപയോഗപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തുകയാണ് മുർത്തത്തിന്റെ വധം എന്നതിലൂടെ ഇസ്ലാം ചെയ്യും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.